ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് എത്തിയത് എവിടെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല, എന്നാലും ആരാധകർക്ക് വേണ്ടി പറയാം. ആരാധ്യ ഗപ്പി ഫാം. അപ്പോൾ സ്ഥലം പറയാം, തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിക്ക് അടുത്താണ്. നമ്മൾ 5-6 മാസം മുന്നെയാണ് വന്നത്. അപ്പോൾ പുതിയ അപ്ഡേഷൻ വീഡിയോ എടുക്കാനാണ് അപ്പോൾ വീണ്ടും വന്നത്. ഇപ്പോൾ എത്ര ഐറ്റം ഗപ്പികളായി ഇപ്പോൾ? അപ്പൊ നമ്മുടെ ഇപ്പൊ 40 വെറൈറ്റി ഉണ്ട്. 40 വെറൈറ്റി ഗപ്പികൾ, ഒരു 25-30 വെറൈറ്റി നമുക്ക് സ്റ്റോക്ക് കൊടുക്കണ്ടോ. പിന്നെ എന്താ പുതിയ അപ്ഡേഷൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ജസ്റ്റ് നമുക്ക് കാണാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 15 വെറൈറ്റി ഗപ്പികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ആരാധ്യ ഗപ്പി ഫാമാണ്. എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ആരാധ്യ ഗപ്പി ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ആ വീഡിയോ എടുത്ത ആ ഒരു സെറ്റപ്പുകളൊന്നും വീണ്ടും പറഞ്ഞില്ല, റിപ്പീറ്റ് ആവും. അപ്പോൾ നമ്മൾ വീണ്ടും പറയാം, എന്നാലും ജസ്റ്റ് ഒന്ന് ആരാധകർക്ക് വേണ്ടി പറയാം. അപ്പോൾ ഇവിടെ സെറ്റപ്പ് ആക്കിയതാണ്. സിമെന്റ് ടാങ്ക് ഉണ്ട്, വലിയ പ്ലാസ്റ്റിക്കിന്റെ വലിയ ഡ്രമ്മുകൾ ചെയ്തിട്ടുണ്ട്, അക്വേറിയങ്ങൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ചെയ്തതിനേക്കാൾ ഓരോ ദിവസങ്ങൾ വരുമ്പോഴും ഇവിടെ പുതിയ അപ്ഡേഷൻ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എല്ലാ ടാങ്കിലും ഇപ്പോൾ ഇവിടെ നിറച്ചും ഗപ്പികൾ നിറഞ്ഞിരിക്കുകയാണ്. ഏത് സമയത്തും ഇവിടെ ഗപ്പികൾ സ്റ്റോക്കാണ്. ഒരാൾക്ക് ഇവിടെ നിന്ന് ചോദിച്ചാൽ ഗപ്പി ഇവിടെ ഇല്ല എന്നൊരു സംഭവം ഉണ്ടാവില്ല. ഏത് സമയത്തും ഗപ്പികൾ ഇവിടെ സ്റ്റോക്ക്. അപ്പോൾ ഇനിയും വേറെ വലിയ അപ്ഡേഷൻ വരുന്നുണ്ട്, അവിടെ ഇത് കാണിക്കാം. അത് വലിയ സംഭവമാണ്. ഇനി പ്രീമിയം ഗപ്പികളും കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. അതൊരു ഹൈ ക്വാളിറ്റി ഗപ്പികളാണ് ഈ പ്രീമിയം ഗപ്പികൾ എന്ന് പറയുന്നത്. അതുകൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഏകദേശം ഒരു 25-26 വെറൈറ്റി ഗപ്പികൾ നമുക്ക് ഇവിടുന്ന് കാണിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ഇവിടുന്ന് തുടങ്ങാൻ പോകുന്നത് ഇതാണ് നമ്മുടെ പ്ലാറ്റിനം റെഡ്. പ്ലാറ്റിനം റെഡ് തന്നെ അല്ലേ? ഹാഫ് മൂൺ എന്ന് പറയില്ലേ? ഹാഫ് മൂൺ ടൈല്. ഓ, നല്ല ടൈലും വരും, നല്ല ഇയറും വരും, നല്ല ഡോർസലും വരും. നമുക്കൊന്ന് ഗ്ലാസ്സിലേക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ഈ ക്ലാസ്സിൽ കാണിക്കുന്നതാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? അതെ അതെ. ഓക്കെ, ഇത് വന്നപ്പോ ഞാൻ പഴയ ലൈനൊക്കെ നിർത്തി. ഇതിന് അത്യാവശ്യം നല്ല പവർ അല്ലേ? ഇതെങ്ങനെ വരും മാർക്കറ്റിലൊക്കെ? ഇതിപ്പോ നമ്മള് 100 to 150 റേഞ്ചിലാണ് മാർക്കറ്റിൽ വരും അല്ലേ? ഇതിന് ബ്രീഡിംഗ് സെറ്റപ്പ് ആണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് ഇവിടെ. അതാ, ഇത് കണ്ടോ കുഞ്ഞുങ്ങൾ കണ്ടോ? എല്ലാത്തിലും കുഞ്ഞുങ്ങളുണ്ടാവും. ഇതില് ഇതില് കുറെ ഉണ്ടല്ലോ. ഇതിപ്പോ എത്ര ഫീമെയിലാണ് കുഞ്ഞുങ്ങളപ്പോ കാണുന്നത്? 50 ഫീമെയിൽ ഉണ്ടാവും. നമുക്ക് ആഴ്ചയിൽ ഒരു 500-600 കുഞ്ഞ് കിട്ടും. കുഞ്ഞുങ്ങളുടെ ഇതൊന്നും കിട്ടിക്കൊണ്ടിരിക്കും. ഇതിപ്പോ എൻക്വയറി വരുന്നുണ്ട് ഈ സാധനത്തിന്. അതാണ് ഞാൻ റേറ്റ് കുറച്ചത്. ഇപ്പോ നമ്മൾ ബൾക്ക് അടിച്ച കാരണം നമ്മളിപ്പോ ഹോൾസെയിൽ കൊടുക്കണില്ല, റീറ്റെയിൽ തന്നെ. അതിപ്പോ 100 പീസും കൂടെ ആയിരുന്നു മാറ്റും, വേറെ ടാങ്കിലേക്ക് മാറ്റും. തൊട്ടപ്പുള്ള ടാങ്കിൽ കുറെ ഉണ്ടല്ലോ. ഇതാണ് സിൽവറോടെ HB റെഡ്. നല്ല രീതിയിൽ പോണ ഗ്ലാസ്സിക്ക് നിൽക്കാം. ഗ്ലാസ്സിൽ കാണാൻ ഇപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാമല്ലോ അല്ലേ? അതെ അതെ, എല്ലാം ബ്രീഡിംഗ് സൈസ് ആയിട്ടുണ്ടാവും. ബ്രീഡിംഗ് സൈസ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവും അല്ലേ? നന്നായി ഉണ്ടാവും ചെയ്യും. നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ഫിഷാണ് ഇത്. ഇതെന്ത് വരും മാർക്കറ്റിലൊക്കെ? 100 to 120 റേഞ്ച്. പിന്നെ ഇവിടെ സിമെന്റ് ടാങ്ക് സെറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ബ്രൂഡുകൾ സെറ്റ് ചെയ്ത് നിർത്തിയുള്ള ഇതൊക്കെ. നമ്മളിപ്പോ കേജിലധികം ഇടാറില്ല. ഞങ്ങള് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വിട്ടിട്ട് ഈ ബോക്സിൽ നിന്ന് എടുക്കുക ചെയ്യാണ് കുഞ്ഞുങ്ങളെ. അപ്പൊ ബ്രൂഡൊക്കെ പുറത്താണ് കിടക്കുന്നത്. അതെ. അങ്ങനെയല്ലേ? കുഞ്ഞുങ്ങൾ ഇതിലേക്ക് കയറി പോവും. ഇതിലേക്ക് കുറച്ചൊക്കെ കയറും. നമുക്ക് അധികം കുഞ്ഞുങ്ങളെ വേണ്ട വെച്ചിട്ടാ. അപ്പൊ ഇത് ബ്രൂഡ് നല്ല ഹെവി ആയിട്ട് നിൽക്കും ചെയ്യും, സ്ട്രോങ് ആയിട്ട് നിൽക്കും ചെയ്യും. ഈ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ എന്താ പോകണം? ഈ നാരുകളൊക്കെ ഇട്ടിട്ട് പ്ലാസ്റ്റിക് നാര് ഇതില് കയറി നിൽക്കുന്നുണ്ടോ കുഞ്ഞുങ്ങള്? അപ്പൊ കുട്ടികൾക്ക് അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല അത്രയും പെട്ടെന്ന്. പിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ഉണ്ടാവേണ്ട. അതിനാണ് ആ ഭാഗത്ത് മാത്രം നാരുകൾ ഇട്ടുന്നത്. അതെ അതെ. ഇതിപ്പോ സക്സസ് അല്ല അല്ലേ? ചില ഐറ്റത്തിന് മാത്രമേ സക്സസ് ആവുള്ളൂ ഈ ഒരു ഇങ്ങനെ ഒരു സെറ്റപ്പ് അല്ലേ? ചില ഐറ്റത്തിന്. ഇതിലിപ്പോ ഏതാണ് ഐറ്റം ഇട്ടത്? അപ്പൊ ഇത് HB റെഡ് റോസ്. HB റെഡ് റോസിന്റെ സെറ്റപ്പ് ആണ്. ഇതിലിപ്പോ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇവരുത് ഈ ഐറ്റത്തിന്. ഇതും കുഴപ്പമില്ല, 100 കുഞ്ഞ് 50 കുഞ്ഞൊക്കെ ഡെയിലി കിട്ടുന്നുണ്ട്. നമുക്കൊന്ന് HB റെഡ് റോസ് അല്ലേ? നമുക്കൊന്ന് എടുത്തോക്കാം ക്ലാസ്സിൽ. അടുത്ത് നോക്കാനുള്ളതാ ഇത് മെറ്റൽ റെഡ് റോസ് ഡെയിലി. മെറ്റൽ റെഡ് റോസ് ടൈൽ വരുന്നത് നല്ല ടൈൽ പ്രിന്റ് വരുന്നതും നല്ല ബോഡി തിക്നെസ്സും വരും അല്ലേ? ഈ കാണുന്നത് ബ്ലാക്ക് ആയില്ല അതിന്? ഇത് ബ്ലാക്ക് ആയിൽ വരുന്നത്. ഇതിപ്പോ എങ്ങനെ വരും മാർക്കറ്റിലൊക്കെ? 100 രൂപ. 100 രൂപയാണ് വരുന്നത്. ആ റേഞ്ചിലൊക്കെ മാർക്കറ്റിൽ വരുന്നത് അല്ലേ? ഈ ഒരു ടാങ്കില് ഇത് മോസ്കോ പൈലറ്റ് അല്ലേ? ഓ,
അത് ലൈറ്റ് അപ്പ് ഒക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു കളർ നമുക്ക് കാണാൻ പറ്റുക. അതെ, നല്ല ടൈല് വരും. ഓവർ ടൈൽ വരും. ഓവർ ടൈൽ ആയിട്ട് കാണിക്കും. നന്നായി ഉണ്ടാവും, കുഞ്ഞുങ്ങളധികം കഴിക്കില്ലേ. ഇതിപ്പോ എങ്ങനെയാ മാർക്കറ്റിലൊക്കെ? 100 to 120 റേഞ്ചിലാണ് വരുന്നത്. ഇപ്പൊ ഈ ബ്രൂഡ് മൊത്തം ഇങ്ങനെ സിമെന്റ് ടാങ്കിലാണ് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ നമ്മള് സ്ഥലമുള്ളടത്ത് സിമെന്റ് ടാങ്ക് ഇല്ല, നമുക്ക് സ്ഥലം കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതിലൊക്കെ ഓരോന്നിൽ എത്ര ബ്രൂഡ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ? ഫീമെയിൽ ഒരു 60 എണ്ണം. 70 എണ്ണം. മെയിൽ എത്ര ഉണ്ടാവും? 30 എണ്ണം. മെയിലിൽ 30 എണ്ണം ഉണ്ടാവും. നമ്മൾ അന്ന് ഫസ്റ്റില് കണ്ട ആ ഒരു ടാങ്ക് അല്ലേ കഴിഞ്ഞ വീഡിയോയില്? അതെ അതെ അതെ, ഫുൾ റെഡിന്റെ മാത്രമായി ചെയ്യുന്ന ടാങ്കുകള്. അതെ അതെ, 3 വലിയ ടാങ്ക്. ഇത് നോർമൽ ഫുൾ റെഡ് അല്ലേ? ഇത് നോർമൽ ഡോർസിലൊക്കെ വരുന്ന ആയിട്ടാണ് ഇത്. ഇഷ്ടംപോലെ ചെയ്യേണ്ടി ഇവിടെ അല്ലേ? ഫുൾ റെഡ് നമ്മുടെ അത്യാവശ്യം കൊടുക്കാണ്ടാവും. മാർക്കറ്റിലൊക്കെ 100 to 120 റേഞ്ച്. ഈ സൈസ് കൊടുക്കാനുള്ള സൈസാണ് കേട്ടോ. അതെ, നമ്മുടെ 2 വെറൈറ്റി ഉണ്ട്. ഇത് 120 രൂപ ആ റേഞ്ച് ഒക്കെ വരുന്ന സാധനം. ഇതിന്റെ ഹെവി ബോഡി വരുന്നുണ്ട്. അടുത്ത് നോക്കാൻ പോകുന്ന ഈ ഗ്ലാസ് കാണിക്കുന്ന ഏതാ? ഇത് ഫുൾ റെഡിന്റെ ഗള്ളിയർ. ഫുൾ റെഡിന്റെ ഗള്ളിയർ വരുന്നത് അല്ലേ? ഫീമെയിൽ ആണ് അതിന്റെ പ്രാധാന്യം വരുന്നത്. ഹെവി ആയിട്ട് വരും. നല്ല സൈസ് ഫീമെയിൽ എത്തും. നല്ല ക്ലിയർ ആണല്ലോ. അതെ അതെ. ഡോർസലാണെങ്കിലും 200 to 250 റേഞ്ച് വരുന്നത്. അടുത്തത് കുറെ ഉണ്ടല്ലത്. ഇത് ഡ്രാഗന്റെ ഡ്രാർക്കനൈറ്റ് ഇല്ലേ? എത്രയത്? തോന്നുന്ന ഗ്ലാസ്സിക്ക് എടുത്തോക്കാം. ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ അല്ലേ? നമുക്ക് എപ്പോഴും എൻക്വയറി ഉള്ള ഒരു സംഭവം. നല്ല മൂവ്മെന്റ് ഉള്ള ഐറ്റാണ്. നല്ല രീതിയിൽ വളരും ചെയ്യും. ഒരുപാട് കുഞ്ഞുങ്ങളെയും കിട്ടും അല്ലേ? അതെ. എത്ര പേര്? ഇതിപ്പോ വരും മാർക്കറ്റിലൊക്കെ റേഞ്ച്? 100 to 120 ആ റേഞ്ച്. ഇത് ജാപ്പാനീസ് ബ്ലൂ. എത്ര ഇതില് ഓവർ ടൈൽ വരും. നമുക്കൊന്ന് ഗ്ലാസ്സിൽ എടുത്ത് കാണിക്കാം. ഓക്കെ, അടിപൊളി. ഗ്ലാസ്സിലും നല്ല രസമാണ്, സിമെന്റ് ടാങ്കിലും നല്ല രസമുള്ള സാധനം. ഹെവി ബോഡിയാ. ഇതെങ്ങനെ വരും മാർക്കറ്റിലൊക്കെ? 100 to 120 ആ റേഞ്ചിലാണ് വരുന്നത്. അതെ. ഇപ്പുറത്തെ അതിന്റെ ഫീമെയിൽ അല്ലേ? സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ള. അടുത്തത് ബ്ലാക്ക് ഐ കോയി. കണ്ട ശരിക്കും അൽബിനോ അതല്ലേ? അതെ അതെ, ബ്ലാക്ക് ഐ വരുന്നത്. നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ഫിഷാ ഇത്. റെഡ് ഐ കിട്ടാത്തവർക്ക് ഇതിനെടുത്ത് നോക്കാൻ പറ്റും. ഇയർ എങ്ങനെ റെഡ് ഇയർ വരുന്നത്? അത് അപൂർവം വരുള്ളൂ, നോർമൽ ആയിട്ടാണ് വരിക. ഇത് എന്തൊരു മാർക്കറ്റിലൊക്കെ? 100 to 120 റേഞ്ച്. ബലൂൺ മോളി അല്ലാതെ ബലൂൺ മോളി. ഇത് ഇവിടെ ഉണ്ടല്ലേ? അത് രസത്തിന് കൊണ്ടുവന്നിട്ട് രണ്ടായിട്ടുണ്ടായില്ലേ? അത് മിക്സ് ആയിട്ട് വരുന്നതാ. പെയർ 50 രൂപ 60 രൂപ ആ റേഞ്ചൊക്കെയാണ് പോണത്. ഇത് സൈഡ് വ്യൂ നല്ല രസാ. നല്ല അടിയിലേക്ക് നന്നായിട്ടുണ്ടാവും. മോൾ ഭാഗത്തിന്റെ ഒക്കെ കൂടുതൽ അടിയിലേക്കുള്ള തിക്നെസ് ആണ് കൂടുതൽ. അത് യെല്ലോ ഗ്ലാസ് ബെല്ലി. സീ ത്രൂ മാതിരിയുള്ള ബോഡിയിലേക്ക് കാണുന്നത്. അതെ അതെ അതെ, ക്ലിയർ ആയിട്ട് കാണാം. ഇത് പുതിയ ഇറങ്ങിയതാണോ? പുതിയതല്ല, ഇത് പഴയ തന്നെയാണ്. നമ്മുടെ നാട്ടിലേക്ക് അധികം ഇതില്ല, പുറത്തേക്കാണ് കൂടുതൽ ഇത് പോണത്. ഇതെന്തൊരു റേഞ്ച് മാർക്കറ്റിലൊക്കെ? 100 120 റേഞ്ച്. നമ്മളെ ടെക്സിഡോ കോയി അല്ലേ? ടെക്സിഡോ കോയി ഷോർട്ട് ബോഡി റേഞ്ചിലാണ് വരുന്നത്. ഇത് നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള സാധനമാണ്. തുടക്കക്കാരൊക്കെ എടുത്ത് നോക്കാം. ഷോർട്ട് ബോഡിയിൽ ടെക്സിഡോ വരുന്നത്. സൈഡ് വ്യൂ നല്ല രസമാണ്. ഇത് എന്തോരും മാർക്കറ്റിലൊക്കെ? 100 to 120 റേഞ്ച്.
അടുത്തത് അൽബിനോ കോയി. നമ്മൾ അതിന്റെ ബ്ലാക്ക് കണ്ടതിന്റെ അൽബിനോ അല്ലേ? ആൽബിനോ നല്ല ലൈനാണത്, നല്ല ബോഡി തിക്നെസ് ഉള്ള. ഇയർ എങ്ങനെ? ഇയറുള്ള വേറെ ഉണ്ട് നമ്മുടെ കയ്യില്. ഇത് നോർമലാണ്, പക്ഷെ മെയിലിനൊക്കെ ഇയർ വരും. ഏകദേശം മിക്കതിനൊക്കെ ഇയർ വരും. അത്യാവശ്യം നല്ല ക്യാപ്പും ഉണ്ട്, കയറി വരും. ചിലതിനൊക്കെ ഇതിന് ഇയർ ഉണ്ടാവും. റെഡ് ഇയർ അല്ല, അത് വേറെ ലൈൻ ഉണ്ട്. ഇത് നോർമല്. ഇതെങ്ങനെ വരും മാർക്കറ്റൊക്കെ? 100 to 120 റേഞ്ച്. റൗണ്ട് ടാങ്കിൽ ഇപ്പൊ ഇത് ബ്ലാക്ക് ആയി പോയി. ബ്ലാക്ക് ആയി പോയില്ലേ? നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ഫിഷാ. അത്യാവശ്യം നല്ല ക്യാപ്പും കിട്ടും. കുഞ്ഞുങ്ങളെയും കഴിക്കില്ല. ശരിക്കും അൽബിനോ കോയി മാറ്റി തന്നെ അല്ലേ? ആൽബിനോ സെറ്റ് ആവാത്തവർക്ക് ഇതിനടുത്ത് സെറ്റ് ആക്കാൻ പറ്റും. അധികം കെയറിങ് വേണ്ട. കാണിക്കുന്നത് എന്താ? ഇത് HB ബ്ലൂ ഹാഫ് മൂൺ. ഇത് കൊറേ ഉണ്ടല്ലോ ചെയ്യണേ. ഇത് ബ്രൂഡാണ് ചെയ്യുന്നത്. നമ്മള് ആഴ്ചയിൽ 2 ദിവസം ഫിഷിനെ എടുക്കും, കുഞ്ഞുങ്ങളെ. നല്ല ഹാഫ് മൂണാ, നല്ല ബോഡി തിക്നെസ് കിട്ടും. 100 to 120. ഇത് നമ്മള് ഏതാണ്? ആൽബിനോ കോയി. ബ്രൂഡ് സെറ്റ് ആക്കിയതല്ലേ? എത്ര വലിപ്പം, അത്രക്ക് വലിപ്പം വെക്കില്ല ഫീമെയിൽ ഇതിന്റെ ഒക്കെ. ഇത് വാഴ കളർ എങ്ങനെ വരുന്നത്? വാഴല നല്ല ബോഡി തിക്നെസ് ഉള്ള ഫിഷാ ഇത് വരുന്നത്. മെയിലിനേക്കാളും ഫീമെയിലിനാണ് ഒരു പ്രാധാന്യം വരുന്നത് അല്ലേ? അതെ. ഇയറും കയറൂട്ടെ ചിലതിനൊക്കെ. റെഡ് ഇയർ കയറും. ഇതില് ഫുൾ റെഡ് പറയണ്ടല്ലോ. ഇത് ഗള്ളിയറിന്റെ ഫുൾ റെഡ്. മെയിൽ മാത്രം അല്ലേ? മെയില്. ഈ സൈസ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ. അതിന്റെ ഫീമെയിൽ ആണല്ലോ പ്രധാനം. അതെ, ഫുൾ അതിന്റെ ഫീമെയിൽ ആണ്. അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഉള്ള നമുക്ക് എത്രത്തോളം നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ? ഇത് കാണിക്കുന്ന ടാങ്കത്ത് എത്ര മാസം പ്രായമായതാണൊക്കെ? 2.5 മാസമൊക്കെ ഉണ്ടാവും. 2.5 മാസം പ്രായം. പോണത് ഇത് നമ്മുടെ സിൽവറോടെ ചിവിറഡ്. ഇവിടെ ഇത്രയും ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ എൻക്വയറി ഉള്ള ഫിഷാ ഇത്. അക്വേറിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇത് വൈറ്റ് ടെക്സിഡോ. നല്ല ഫിഷാ. ഇതെന്തോരും മാർക്കറ്റിലൊക്കെ? 100 to 120 റേഞ്ച്. അധികം കയറിങ് ഒന്നും വേണ്ട, സുഖമായിട്ട് ഉണ്ടായിക്കോളും. നല്ല അടിപൊളി ടൈലാണ് അതിന്റെ. ഇതും സിൽവറോടെ ചിവിറഡ് തന്നെയാണ്. നല്ല കിട്ടും. നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ഫിഷാ. ഇത് ഹെവി ബോഡി ഫുൾ റെഡ് അല്ലേ? അതാണല്ലേ. അതാണ്. എന്താ ഇത്രയും ബോഡി വരും അല്ലേ ഈ മെയിലിനൊക്കെ? ഇത് വലുത് കഴിഞ്ഞതാണ്. അതെ. കുറച്ചും കൂടി നല്ല ബോഡി തിക്നെസ്സും നല്ല ഹെവി ആയിട്ട് വരും. ഹെവി ഡോർസലാ മെയിലിന് കേട്ടോ. ഫീമെയിലിന് നോർമൽ ഡോർസലിനെക്കാട്ടും കുറച്ചും കൂടി അത്യാവശ്യം നല്ല പവർ. ഇതിപ്പോ എന്തൊരു മാർക്കറ്റിലൊക്കെ? 250 to 300 റേഞ്ചിലാ വരിക. വീഡിയോയിൽ ഇത് എങ്ങനെയാണ് കാണുന്നത് അറിയില്ല, പക്ഷെ അത് ഭയങ്കര ഹെവിയാ. ഫൈറ്ററിന്റെ പോലെയാണ് മെയില് വരിക. ഡോർസലും വരും. നല്ല വരുന്നത്. നമ്മള് വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പൊ എത്ര മാസം പ്രായം? അതൊരു 3 മാസം പ്രായമായിട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ ഈ ഡ്രമ്മൾ സെറ്റ് ആക്കി നമ്മൾ അന്നപ്പോ ഉണ്ടായിരുന്നു ഇതൊക്കെ? അതൊക്കെ ഉണ്ടായിരുന്നോ? ഈ ടാങ്കിൽ കാണിക്കുന്നതാ പർപ്പിൾ ബെറി ഡ്രാഗണോ? പർപ്പിൾ ബെറി ഡ്രാഗൺ. ഇത് ഇയറൊക്കെ കാണിക്കുന്നതല്ലേ? ഇത് റിബൺ ലൈനേജ് ആണ്, കുറച്ചും കൂടി ഡാർക്ക് ആണ് സാധാ പർപ്പിളിന്റെ കാര്യം. അതെ. ഹെവി ബോഡി വരും,
നല്ല ഗ്ലാസ് കാണിക്കാൻ ചെറുതല്ല, ജൂനിയർ സൈസ്. ജൂനിയർ സൈസ്. ഇതെന്ത് വരും ഇപ്പൊ മാർക്കറ്റിലൊക്കെ? 100 to 150 റേഞ്ച്. ഇത് അത് യെല്ലോ പിങ്കു. യെല്ലോ പിങ്കു റിബൺ ആണ്. റിബൺ ലൈനേജ് ആണ്. നോർമലും ഉണ്ട്, റിബണും ഉണ്ട്, രണ്ടും ഉണ്ട്. അതെ. ഫീമെയിലിനാണ് കുറച്ചും കൂടി, ഈ റിബൺ വെറൈറ്റി ഒക്കെ ഫീമെയിലിനെ കുറച്ച് ഭംഗി കൂടുതൽ വരുന്നത്. റിബണൊക്കെ കാണിക്കും അല്ലേ? നല്ല ഗള്ളിയറാണ്. റേഞ്ച് അത് റിബന് നമ്മളൊരു 150 to 200 റേഞ്ച് ആണ് വരിക. നോർമലാണെങ്കിൽ 100 to 120 റേഞ്ച്. ഈ അക്കോർത്തിൽ കാണിക്കുന്നത് ഇത് മെറ്റൽ റെഡ് റോസിന്റെ കുഞ്ഞുങ്ങൾ. ഒരു 1.5 മാസം 2 മാസം ആവുന്നുള്ളൂ അല്ലേ? ചിലത് നല്ല ഷൂട്ടേഴ്സ് ഉണ്ടാവും. അതാണ് അങ്ങനെ കാണിക്കുന്നത്. അക്കോർത്തിൽ ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലേ? ഇതിൽ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ അക്കോർത്തില്. ഇത് നമ്മുടെ ഗ്രാസ് ഷോർട്ട് ബോഡി ഇല്ലേ, ബ്ലൂ ഗ്രാസ്, അതിന്റെ കുഞ്ഞുങ്ങളെ കാണിക്കുന്നത്. ഇവിടെ ടാങ്കിൽ പറയേണ്ടത് ഇത് നമ്മുടെ ചില്ലി മൊസൈക്ക് ആണല്ലേ? അത് പ്ലാറ്റിനം കളർ ഫിൽ ആവുമോ? ഇല്ല, ഇത് ഇയർ ആണ് അതിന്റെ പ്രാധാന്യം. ഇയറും ടൈലും. ഇയർ നല്ല ഹെവി ഇയർ വരും. അല്ലേ? ഇതും അത് തന്നെയാണ് പുറത്തും നടക്കുന്നത്. കൊടുക്കാനുള്ള സൈസുകളാ. ഈ ഗ്ലാസ് കാണിക്കുന്ന കൊടുക്കാനുള്ളതല്ലേ? സെയിം സൈസ്. ഇതെന്തോ ഒരു മാർക്കറ്റിലൊക്കെ റേഞ്ച്? 100 to 120 റേഞ്ച്. ഇവിടെ വലിയ ടാങ്ക്. ഇത് നമ്മുടെ പ്ലാറ്റിനം കോയുടെ ബ്രൂഡ് സെറ്റ് ചെയ്തിട്ടുള്ള. എല്ലാരും പറയാറ് പ്ലാറ്റിനം കോയി അത്ര ഇയർ കിട്ടില്ല ബൾക്ക് അടിക്കുമ്പോന്നൊക്കെയാണ്. ഈ ലൈൻ വലിയ കുഴപ്പമില്ല, കിട്ടുന്നുണ്ട്. നമ്മളിത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇയർ കയറി വരുന്നുണ്ട്. ഇതിപ്പോ എന്തോരും റേഞ്ച് മാർക്കറ്റില്? 100 to 150 റേഞ്ച് കൊടുക്കാം. ഇത് HB റെഡ് റോസ്. അതെ. നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള വിഷമാണ്. തുടക്കാർക്കൊക്കെ സുഖമായിട്ട് എടുത്ത് നോക്കാം. പെട്ടെന്ന് കളർ കയറും. ഒരുപാട് നമുക്ക് ചെയ്യാം. ബൾക്ക് അടിക്കാം. 100 to 120. അടുത്തത് ഇത് സോളോ റിബൺ മെറ്റൽ റെഡ് റോസിന്റെ സോളോ. ഇതിന്റെ സോളോ ഇറങ്ങിയിട്ടുണ്ടല്ലേ? നല്ല വൈഡ് ടൈലാണ് അതിന്റെ. ബ്ലാക്ക് ഐ അല്ലേ? ബ്ലാക്ക് ഐ സോളോ വരുന്നത്. ഫീമെയിലും മെയിലിനും സോളോ കാണിക്കും. ഹെവി ആയിട്ട് കാണിക്കും. ഇതിപ്പോ എന്തോരം റേഞ്ച്? അതൊരു 250 to 300 റേഞ്ച് വരും. ഇവിടെ സെറ്റപ്പ് ഇതിലേതാ? ഇത് ബ്ലാക്ക് ഗ്രീൻ ഡ്രാഗൺ. നല്ലൊരു ഫിഷാ. ബോഡി തിക്നെസ് നല്ല വരുന്നുണ്ട്. നല്ല ബോഡി തിക്നെസ്സും നല്ല റൗണ്ട് ടൈലും കിട്ടും. നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ഫിഷാ. ഇതിപ്പോ എന്തോരം റേഞ്ച് മാർക്കറ്റിലൊക്കെ? 100 to 120 റേഞ്ച്. അപ്പൊ ദീപ് ഇവിടെ ഇപ്പൊ എന്താ പുതിയ സെറ്റപ്പ് ആക്കി ടാങ്ക്? നമ്മളെ ബൾക്ക് ചെയ്യാന്ന് വെച്ചിട്ട് ചെയ്തതാ. കുഞ്ഞുങ്ങളുടെ ഇതിൽ ഇറക്കിയിട്ട് മെയില് ഫീമെയിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ വലിയ സിമെന്റ് ടാങ്കിലേക്ക് മാറ്റാനുള്ള രീതിയിൽ. ഇത് വലിയ ഡ്രം കട്ട് ചെയ്തിരിക്കുക. അതെ. ഗ്രീൻ വാട്ടർ കൂടി ആയപ്പോ നല്ല ഇതായി പവർഫുൾ അല്ലേ? അതെ. ഇതിപ്പോ എന്റെ കുഞ്ഞുങ്ങളെ കാണിക്കുന്നേ? ഇതിപ്പോ ഡ്രാഗന്റെ. ഡ്രാഗൺ നമുക്ക് നല്ല എൻക്വയറി ഉണ്ടാവുന്ന ഷൂട്ടേഴ്സ് ഒക്കെ പെട്ടെന്ന് വന്നു അല്ലേ? നന്നായി കയറും. ഇതിപ്പുറത്തുള്ള കുഞ്ഞുങ്ങളോ? ഇതും ഡ്രാഗൺ തന്നെ. ഇതിലും ഡ്രാഗൺ തന്നെയാണ്. അതെ. ഇതിപ്പോ എത്ര ലിറ്ററിന്റെ ടാങ്കാണ് ഇവിടെ സെറ്റ് ആയിട്ടുള്ളത്? ഇത് 2000 ലിറ്ററിന്റെ പകുതി മുറിച്ചിട്ടുള്ള. പുതിയ സെക്ഷൻ തന്നെയാണ്. ഇപ്പൊ നമ്മള് കുറച്ച് അക്വേറിയങ്ങളായിട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിലുണ്ട്. അപ്പൊ പകുതി മുക്കാൽ പണി നടന്ന് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നോക്കി നോക്കാം. ടെറസിന്റെ മുകളിൽ സെറ്റപ്പ് ആക്കാം അല്ലേ? അതെ. ഫുൾ അക്വേറിയം തന്നെയാണ് ഇവിടെ മൊത്തം അക്വേറിയം. ഇവിടെയാണ് പ്രീമിയം കപ്പകൾ വരാൻ. അതെ. ഫ്രെയിം സെറ്റ് ആക്കി അല്ലേ? ഇത് വലിയ അക്വേറിയം ആണല്ലോ. അപ്പൊ അത് 2x 2 ഹൈറ്റും ഒരു 1.5 അടി ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതല്ലേ? ഇത് വലിയ അക്വേറിയാണ്. ഇത് അതിന് വലിയ അക്വേറിയം. ഒരു 100-200 ലിറ്റർ ഒക്കെ വെള്ളം കൊള്ളുന്ന അക്വേറിയം. ഇതിപ്പോ ഗപ്പിക്ക് വേണ്ടി ചെയ്യണത്? ഇത് ഡിസ്പ്ലേക്ക് നമുക്ക് കോഴി കാർപ്പിനിടാൻ. ഇത് എത്ര mm ക്ലാസ്സാ? ഇത് 10 mm.
അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. കുറച്ച് ഡിസ്പ്ലേ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ എത്ര ആക്കുറി സെറ്റ് ആക്കുന്നുണ്ട്? ഇത് 60 ഇനി 60 സെറ്റ് ആക്കുക അവിടെ അല്ലേ? അപ്പൊ അന്ന് നമുക്ക് ആ സ്പെഷ്യൽ ആയിട്ട് വീഡിയോ എടുക്കാം അല്ലേ? അത്യാവശ്യം അന്ന് കപ്പികൾ പ്രീമിയം കപ്പികൾ കാണിക്കാണ്ടാവും നമുക്ക്. ഇതിപ്പോ RTVക്ക് വേണ്ടി സെറ്റപ്പ് ആക്കിയതാ? അതെ. അടിപൊളിയല്ലോ, ഒരു ഹൈടെക് ആക്കില്ലേ? എനിക്കൊരു 5 കൂടി സെറ്റ് ചെയ്യാണ്ട്. അതെ. ഓ എയർ. അപ്പൊ ഇവിടെ എങ്ങനെ ഹോൾസ് ഒക്കെ ഇട്ടത് ഇതിന്റെ അടിയില്? നമ്മളിത് ഇതിൽ RTV ഇടുന്നു നോർമലായിട്ട്. നമ്മൾ അരിക്കണ പരിപാടി ഇല്ല. ഇതൊരു 5 മിനിറ്റ് ഓഫ് ചെയ്തിട്ട് ഈ എയറേഷൻ വിടിയിച്ചിടും. അപ്പൊ ഇത് എല്ലാം അടിയിലേക്ക് ഇറങ്ങും. നമ്മൾ ബക്കറ്റ് വെച്ചിട്ട് കളക്ട് ചെയ്യുള്ളൂ. ഏത് ഇതിപ്പോ എത്ര ഗ്രാം ഓരോന്നിലിടും? നമ്മള് ഇതേപോലത്തെ ഒരു സ്പൂണ് ഒരു 4 വെച്ച് ഒരെണ്ണത്തിലിടും. ഇവിടെ വലുതും സെറ്റ് ആയിട്ടുണ്ടല്ലോ. ഇവിടെ വലുത് അല്ലേ? അതിന്റെ വലുത് അത് ഒരെണ്ണം കൂടി സെറ്റ് ചെയ്യാണ്ട്. നമ്മൾ കുറച്ച് ബൾക്കായിട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അതിലൊരു 12 ടീസ്പൂണൊക്കെ ഇടും. 12 സ്പൂണൊക്കെ ഇടണം. ഇതേപോലത്തെ ടീസ്പൂൺ 12 12. ഇതൊന്നും എടുക്കാനുള്ളതാ. ഇതൊന്നും എടുക്കാനുള്ളതായിരുന്നല്ലേ? അടുത്തത് ഇത് ടോപ്പാസ് റെഡിന്റെ ബ്രൂഡാ. എന്നിട്ട് ഗ്ലാസ്സിൽ എടുത്തതാണ്. കൊടുക്കാനുള്ള സൈസ് ഉണ്ടാവും. അത് അതിൽ രണ്ടും ഉണ്ടല്ലോ, റെഡും ബ്ലൂ ഉണ്ടല്ലോ. ഈ സ്റ്റൈലിൽ രണ്ടും ഇറങ്ങും. രണ്ടും ഇറങ്ങുന്നതാണ് അല്ലേ? ഇതിവിടെ നല്ലോണം ചെയ്യണതാണല്ലേ? അത് അതിപ്പോ ആദ്യം നമ്മൾ നന്നായി ചെയ്തിരുന്നു. ഇപ്പൊ വീണ്ടും അതേപോലെ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അതെ. ഇത് എന്തൊരു റേഞ്ച് മാർക്കറ്റിലൊക്കെ? 100 to 150 ആ റേഞ്ചിലാണ് വരുന്നത്. ഇതിപ്പോ ഏതാ കാണിക്കുന്നത്? ഇത് ആൽബിനോ പർപ്പിൾ ഇയർ കോയി. പർപ്പിൾ ഇയർ കളർ അല്ലേ? അത് സൈസ് ആവും തോറാണ് ഇതിന്റെ ഇയർ കാണിച്ചു. കുഴപ്പമില്ല, നല്ല ഭംഗിയുള്ള. അത് ആൽബിനോ ആണ്. ഇതെന്തൊരു റേഞ്ച്? 100 to 200 റേഞ്ചിലാണ് വരുന്നത്. ഇത് ഇവിടെ ചെറിയ ബേസിക് സെറ്റ് ആക്കിയിട്ടല്ലോ. ഇത് നമ്മള് നല്ല ബ്രീഡ് ആയതിനെ സിംഗിൾ ബ്രീഡിങ്ങിന് അതിന് മാറ്റിയിടാനുള്ളതാ. സിംഗിൾ ബ്രീഡിങ് ചെയ്യാൻ വേണ്ടി അല്ലേ? ഫീമെയിൽ എന്തൊക്കെ ഇടും? അതെ. അപ്പൊ എങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്? നമ്മുടെ നെറ്റ് വെച്ചിട്ടിരിക്കുക. വീടാണ് ഏകദേശം ഒക്കെ സൈസ് ആകുമ്പോൾ ഇതിലേക്ക് ഇടും. അങ്ങനെ 4 സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ? എല്ലാത്തിനും അങ്ങനെ ചെയ്യുന്നില്ല, ചില ഐറ്റത്തിന് മാത്രം. നന്നായി കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടി ചെയ്യണതാ. നല്ല മാറ്റം ഉണ്ടെന്ന് ചെയ്യുമ്പോ അല്ലേ? ഒരെണ്ണം ബ്രീഡ് ആകുമ്പോൾ 40 കുഞ്ഞൊക്കെ കിട്ടലുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഇത് ടോപ്പാസ് ബ്ലൂവിന്റെ സോളോ. ഇറങ്ങിയത് സോളോ കുറച്ച് പ്രാവശ്യം നമ്മുടെ ഉണ്ടാവും, സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഹെവി ബോഡി വരും. ഇതിന് സോളോക്ക് ഹെവി ബോഡി വരുന്നുണ്ട്. മെയിലിന് ഹെവി വരില്ല, ഫീമെയില് നല്ല ഹെവി ബോഡി വരും. ഇതെന്താ റേഞ്ച് വരും മാർക്കറ്റില്? 300 to 400 ആ റേഞ്ച് വരുന്നുണ്ട് അല്ലേ? കുറെ കിടക്കണ്ടല്ലോ അതൊക്കെ. ഇത് പ്ലാറ്റിനത്തിന്റെ ഹാഫ് മൂണിന്റെ. ഇത് അതിനാണ് പ്ലാറ്റിനം. ഹാഫ് മൂൺ നമ്മുടെ കയ്യിൽ അധികം ഉള്ള കാരണമാണ് ഇപ്പൊ റേറ്റ് കുറച്ചുള്ളത്. മാർക്കറ്റിൽ റേറ്റ് കുറഞ്ഞത് അല്ലേ? ഇത് ഏതാണ്? മെറ്റൽ ബ്ലാക്ക്. പഴയ മോഡല്. ഇതിപ്പോ നമ്മള് കളിക്കുന്ന എത്ര സൈസ് ആയതാ? എത്ര മാസം പ്രായം? 2 മാസം 2.5 മാസമൊക്കെ ആയിട്ടുള്ളൂ. ഇതെന്തൊരു റേഞ്ച് മാർക്കറ്റില്? 100 to 120 ആ റേഞ്ചിലാണ് കിട്ടും. മെറ്റൽ ബ്ലൂവിന്റെ ഷോർട്ട് ബോഡിയാണ്. മെറ്റൽ ബ്ലൂ ഗ്രാസിന്റെ ഷോർട്ട് ബോഡി. ഷോർട്ട് ബോഡി ഇറങ്ങിയത് അല്ലേ? വലുതാവും തോറും നല്ല ടൈല് വരും. ബോഡി കുറവായിരിക്കും, പക്ഷെ നല്ല വൈഡ് ടൈല് വരും. ബോഡി വളരെ ചെറുതായിട്ട് അല്ലേ? ശരിക്കും ബോഡിയെക്കാറ്റും സൈസ് ടൈലിനാണ് വരുന്നത്. അങ്ങനെ ഉണ്ടച്ചിട്ടിരിക്കുള്ളൂ. പ്ലാറ്റി മോഡൽ ഒരു ബലൂൺ ടൈപ്പ് ആയിട്ട്. അപ്പൊ ഇതിവിടെ അവൈലബിൾ ആയിട്ടുള്ള അല്ലേ? ഉണ്ടാവും. ഇതിപ്പോ ഇത്രയും സൈസ് വെക്കില്ല അതിന്റെ? ഇത് ബ്രൂഡാണ്. ഇറക്കി വളർത്തിക്കാണ്. ഇതിപ്പോ എത്ര കുഞ്ഞുങ്ങളെ കിട്ടുമ്പോ ഇന്നൊക്കെ? കുഞ്ഞുങ്ങള് നമുക്കൊരു 10-40 കിട്ടുള്ളൂ. പക്ഷെ വയറ് എല്ലാം വീർത്തിരിക്കണ്ടല്ലോ. നോർമലി ഇത് വയറുള്ള ടൈപ്പാണ്. ബ്രീഡ് ആവാറാകുമ്പോ കുറച്ചും കൂടി ഇതായിട്ട് വരും. നല്ല വയറ് വീർത്തില്ലേ? സൈസ് സ്മോൾ സൈസ് ബ്രീഡിങ് സൈസ്. ഇതിപ്പോ അതിന്റെ ചെറിയ സൈസ്. ചെറിയ സൈസ് ആകുമ്പോഴേക്കും വയറ് നല്ല വീർത്ത് വരുന്നുണ്ട്. ബ്രീഡ് ആവാറാകുമ്പോ നന്നായി വീർക്കുന്നു മാത്രം.
അത് ഈ ഐറ്റത്തിന്റെ പ്രത്യേകത വരുന്നത് അല്ലേ? ഷോർട്ട് ബോഡി അല്ലേ വരുന്നത്? അതെ അതെ. അതിൽ ഇടയ്ക്ക് ഒരു ആൽബിനൊക്കെ ഇറങ്ങും. ഇതിൽ ആൽബിനോ ഇറങ്ങണ്ടേ? അതാണ് അതിന്റെ മെയിൽ വരുന്നത്. മെയിൽ നല്ല രസമാണ് കാണാൻ, പക്ഷെ നമുക്ക് അധികം കിട്ടുന്നില്ല ഇത്. അതിന്റെ ഫീമെയിലും ആൽബിനായിട്ട് വരുന്നുണ്ട്. പക്ഷെ 100 ഉണ്ടാവുമ്പോ ഒരു 2 ഒക്കെ കിട്ടും. അങ്ങനെ പക്കറ്റ് എടുക്കാൻ നോക്കണം ഇനി. നല്ല ഭംഗിയുള്ള ഐറ്റാണ്. അല്ല, ഈ മെയിലിനും ആ ഗ്രാസ് ടൈപ്പ് കാണിക്കുന്നത് അല്ലേ? നന്നായി കാണിക്കുന്നത്. ഇത് HB റെഡ് റോസിന്റെ സോളോ. എന്താ ഹെവി ബോഡിയാ. ഹെവി ബോഡി വരുന്നത്. മെയിലും ഫീമെയിലും ഒരേപോലെ നിൽക്കും. കണ്ടാ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല അല്ലേ മെയിലാണോ ഫീമെയിലാണോ? അത് നല്ല എൻക്വയറി ഉണ്ട് ഇപ്പൊ ഇതിനെ. നമ്മളെവിടെയും കണ്ടിട്ടില്ല. റിബണും നോൺ റിബൺ രണ്ടും ഉണ്ടോ? രണ്ടും ഉണ്ട്. രണ്ടും വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലായിട്ടുള്ളത്? നമ്മുടെ ഉള്ളതാണ്. ഈ റിബൺ വെറൈറ്റികൾ അല്ലാതെ നമ്മുടെ കയ്യില് കുറവാണുള്ളത്. ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഒരു 15 വെറൈറ്റി കപ്പുകൾ കണ്ടു. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് റീറ്റെയിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ അല്ലേ? റീറ്റെയിൽ മാത്രം. ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ്. ഓൾ ഇന്ത്യ കൊടുക്കാം. ഓക്കെ. പിന്നെ അപ്പൊ വീണ്ടും നമുക്ക് ഇവിടെ വരാണ്ട് പറഞ്ഞു. അടുത്ത മാസം ഒരെണ്ണം എടുക്കണം. പുതിയ അപ്ഡേഷൻ കാണിക്കാണ്ടല്ലേ? അപ്പൊ എത്ര ഐറ്റം കപ്പികളാവും? ഇപ്പൊ ഒരു 40 വെറൈറ്റി നമുക്ക് കൊടുക്കാനുള്ള രീതിയിലാവും. കുറച്ച് പ്രീമിയം ക്വാളിറ്റി ഉള്ള കപ്പികൾ ചെയ്യുന്നുണ്ട്. അവിടെ സെറ്റപ്പ് ആയത് അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ആരാധ്യ കപ്പി ഫാം? അടിപൊളിയായിട്ടില്ലേ? വന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവർക്കും ബൈ.